സാറേ മറ്റേ സാറേ റോക്കറ്റ് റോക്കറ്റകത്തുണ്ട്. ചെല്ല്. ഷിബു സാറുണ്ടോ? ഷിബു സാറില്ലല്ലോ. എന്താടാ സാറേ ഒന്നുകിൽ എനിക്ക് എൻ്റെ പഴയ ഡ്രോൺ കിട്ടണം, ഇല്ലേ പുതിയ വാങ്ങിച്ചു തരണം. നാളെ വൈകുന്നേരം വരെ ഞാൻ നോക്കും. ഇല്ലെങ്കിൽ ഈ ഫൂട്ടേജ് എടുത്ത് ഞാൻ ലോക്കൽ ചാനലുകാർ കൊടുക്കും. നോക്കിക്കോ, 50,000 രൂപയെങ്കിലും കിട്ടുമല്ലോ. എനിക്കും വേണ്ടേ സാറേ നിധി. മനുമോനെ അത് മാത്രം ചെയ്യരുത്. ചെയ്യും. എന്റെ 3 മാസത്തെ സാലറി കൂട്ടിയ പോലും ഈ ഡ്രോൺ വാങ്ങാനുള്ള പൈസ തികയില്ല. തേങ്ങ. പോലീസ് ഇൻസ്പെക്ടർ ആണെന്നേ ഉള്ളൂ. ഹൗസിംഗ് ലോൺ, കാറിന്റെ അടവ്, പിടുത്തം എല്ലാം കഴിഞ്ഞ് വളരെ തുച്ഛമായ തുക കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് ഞങ്ങൾ. ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഇന്നേ വരെ 1 രൂപ പോലും കൈക്കൂലി വാങ്ങിയിട്ടില്ല. എനിക്ക് 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഭീമമായ തുകയാണ് മനുമോനെ. ഞാൻ എവിടെ പോയി ഇത്രയധികം പൈസ ഉണ്ടാക്കാനാ? കമ്മീഷണർ ഇൻസ്പെക്ടർ ബൽറാമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് പോലീസുകാരൊക്കെ വലിയ സംഭവമാണ്. ഒരു കുന്തമല്ല. ഡ്രോണൊക്കെ പോയതല്ല സാറേ. നിങ്ങളെ കൊണ്ടൊന്നും ഒരു ഉണ്ടേ നടക്കൂല സാറേ. മനുമോനെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. സാർ എന്ത് ചീഞ്ഞ സെന്റിമെന്റ്സ് പറഞ്ഞാലും ശരി, നാളെ 6 മണി അതിനുള്ളിൽ എൻ്റെ ഡ്രോൺ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാശ് കിട്ടണം. സാറേ എനിക്ക് വേറെ വഴിയില്ല. ഞാൻ ആ വീഡിയോ എടുത്ത് ചാനലുകാർ കൊടുക്കും. ഒന്ന് പോ സാറേ. അയാളുടെ പത്തനാപുര രാജാവിന്റെ പണിയാണല്ലോ സാറേ. ഇല്ല മോളെ, ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ശരി എന്നാ വിളിക്കാം. ശിവ ഇയാൾക്കിത് വേറെ പണിയുണ്ട്. ഹലോ, മൊത്തം പ്രശ്നമാണ് സാർ. എന്ത് പ്രശ്നം? അത് നമ്മൾ പറത്തിവിട്ട ഡ്രോണില്ലേ, അത് കുപ്പി വെച്ച് എറിഞ്ഞിട്ട് വീഡിയോ ലോക്കൽ ചാനലിൽ കൊടുക്കുന്ന ചെക്കൻ പറയുന്നത്. എന്താ 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 നമ്മൾ പറത്തി വിട്ടതോ? എടോ താൻ പറത്തി വിട്ടോന്ന് പറയടോ. സാറേ താൻ എന്നെ നിർബന്ധിച്ചിട്ടല്ലോ ഞാൻ അവിടെ വന്നതും. അങ്ങനെ പറയരുത് സാർ. ഷിബു, ഈ കേസിൽ ഞാൻ അങ്ങനെ പറയൂ. അവിടെ ഈ കോവിഡ് ഡ്യൂട്ടി അല്ലാതെ വേറെ മലമറിക്കുന്ന പണിയൊന്നുമില്ല എനിക്ക്. അതുകൊണ്ട് നാളെ രാവിലെ പോലെ അവിടെയുള്ള എല്ലാ വീടുകളും കയറി ഇറങ്ങി താൻ ആ ചെക്കനെ വെക്കാൻ നോക്ക്. പിന്നെ ആ വീഡിയോ എങ്ങാനും ന്യൂസ് ആയാൽ അതിന്റെ എല്ലാ കോൺസിക്വൻസും താൻ ഒറ്റയ്ക്ക് നോക്കിക്കൊള്ളാം. എന്നെ കിട്ടും. ശരി. പെൻഷൻ പറ്റാൻ നേരത്താ ഇനി തേങ്ങ അടക്കേണ്ട ഒരു പരിപാടിക്ക് ഞാനില്ല. കോണാത്തിലെ ചേട്ടൻ മക്കളെ പാടി. നമ്മുടെ ക്ലാഡിന്റെ സൗണ്ടല്ലേ കേൾക്കണം? അവന്റെ തന്നെയാ. പോയി നോക്കാം. നിങ്ങളുടെ അനിയനല്ലേ, നിങ്ങൾ തന്നെ പോയി നോക്കിയാൽ മതി. വേറെയും സൗണ്ട് കേൾക്കണില്ലോ. പണ്ടവിടെ ഇന്നലെ പട്ടി എങ്ങാനും മിണ്ടിപ്പോ തലയിൽ പൊളിക്ക് ഞാൻ തള്ളേ. അത്തേക്കറി പോയിക്കേ. പോലീസിനെ വിളിച്ചൊന്ന് ഇന്റെ ഇപ്പൊ കത്തിക്കില്ല. പട്ടിയായിരുന്നില്ല, അപ്പൊ ജോസായിരുന്നു. നീ എന്ത് പ്രാന്തി കാണിക്കണേ? എന്റെ ജോസ് എന്തൊട്ട് പ്രശ്നം?
നിന്നോട് ഞാൻ കൊല്ലണം പന്നി നീ സാമ്പിൾ ഉപ്പില് കട്ട ചിന്തൊട്ടൊക്കെ നീ കാണിക്കണേ വാങ്ങട് പതായിരുന്ന കാര്യം അപ്പൊ അതിലും വലിയ നാറിയാന്ന് നിനക്ക് അറിഞ്ഞൂടെ. കട്ടൻ ചായ വേണേ ഞാൻ ഉണ്ടാക്കി തരില്ലായിരുന്നു. അത് നീ മതിലും ചാടി വരണം.